എന്റെ പേര് ശോഭാരാജ്. ഞാൻ കോഴിക്കോട് ജില്ലയിൽ വടകരയിലെ തോടന്നൂർ തൂവാറമ്മൽ കുഞ്ഞിരാമന്റെയും മാധുവിന്റെയും മകളാണ്. SSLC പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ എന്റെ കല്യാണം കഴിഞ്ഞിരുന്നു. ഞാൻ നല്ല മാർക്കോടു കൂടി പാസ്സായിരുന്നു. പക്ഷെ കല്യാണത്തിന് ശേഷം എനിക്ക് തുടർന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല. എന്നെ കല്യാണം കഴിച്ചത് ചെമ്മരത്തൂരിലെ പ്രവാസിയായ ME രാജനാണ്. ഞങ്ങൾക്ക് രണ്ട് മക്കളാണ്, ഒരു മോനും ഒരു മോളും. 1998 എനിക്കും എന്റെ രണ്ട് മക്കൾക്കും ബഹറിലേക്ക് പോകാനുള്ള ഭാഗ്യം ലഭിച്ചു. മോന് 5 വയസ്സും മോൾക്ക് 2 വയസ്സുമായിരുന്നു പ്രായം. ആദ്യമായിട്ട് ഫ്ലൈറ്റ് യാത്ര ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു ഞാൻ. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ടായിരുന്നു ഞാൻ ബഹറിലേക്ക് ഫ്ലൈറ്റ് ഇറങ്ങിയത്. എയർപോർട്ടിൽ ഇറങ്ങിയപ്പോ കൗണ്ടറിൽ നിന്ന് പാസ്പോർട്ട് കൊടുത്തപ്പോ അറബികൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേട്ടപ്പോ ഞാൻ പെട്ടെന്ന് സ്റ്റക്കായി. ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ഒരു ഭാഷയായിരുന്നു, എന്നെ സ്കൂളിൽ ഇത് സംസാരിക്കാൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ചു പോയി. അങ്ങനെ എന്റെ മനസ്സിനൊരു ഭയം വന്നു ഇംഗ്ലീഷ് സംസാരിക്കാൻ. അങ്ങനെ ഫ്ലാറ്റിൽ എത്തിയപ്പോ ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സുമാര് മറ്റു ഭാഷകളിലുള്ളവരായിരുന്നു. അവരോടൊന്നും ഒരക്ഷരം മിണ്ടാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം എനിക്കൊരു പേടിയായിരുന്നു ഇംഗ്ലീഷ് സംസാരിക്കാൻ. ഹസ്ബൻഡിന്റെ ബോസിന്റെ സെക്രട്ടറി ഒരു ഗോവൻ ലേഡി ആയിരുന്നു. അവര് ഹസ്ബൻഡിനോട് പറഞ്ഞു, ആഴ്ചയിൽ ഒരു ദിവസം നീ നിന്റെ മക്കളെ എനിക്കൊന്ന് കൊണ്ടുവന്ന് കാണിച്ചു തരണമെന്ന്. കാരണം അവർക്കൊരു മോനുണ്ടായിരുന്നു, ഓട്ടിസം ബാധിച്ച കുട്ടിയായിരുന്നു. അങ്ങനെ ഫസ്റ്റ് വീക്ക് തന്നെ ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, അവരെന്നോട് എന്തെങ്കിലും ഇംഗ്ലീഷ് ചോദിച്ചാൽ എനിക്കൊന്നും മറുപടി പറയാൻ അറിയില്ലല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും എന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഒന്നും പറയണ്ട, ഞാൻ സംസാരിച്ചു കൊള്ളുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. ഞാൻ മിണ്ടാതിരുന്നു, അവർ തമ്മിൽ സംസാരിച്ചു. സംസാരിക്കുന്നതിനിടയിൽ ഹസ്ബൻഡ് അവരോട് പറഞ്ഞു, ഇവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവൻ എന്നോടൊന്നും ചോദിച്ചതുമില്ല. അങ്ങനെ ഞങ്ങൾ 1 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു. അവർ ഫുഡൊക്കെ കൊണ്ടു തന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. പിറ്റേത്തെ ആഴ്ച വീണ്ടും പോയി. പിറ്റേത്തെ ആഴ്ച ഞാൻ ഹസ്ബൻഡിനോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ അവിടെ പോയി മിണ്ടാതിരുന്നു. അവർ തമ്മിൽ സംസാരിച്ചു. ഫുഡൊക്കെ ഞങ്ങൾക്ക് തന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ 1 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം തിരിച്ചു വീട്ടിലേക്ക് പോന്നു. മൂന്നാമത്തെ ആഴ്ച വീണ്ടും പോയപ്പോ പോകുന്ന സമയത്ത് ഞാൻ തീരുമാനിച്ചു, ഇന്ന് അവരോട് എന്തെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന്. അങ്ങനെ ഞാൻ അവിടെ പോയി മിണ്ടാതിരുന്നു. അവര് തമ്മിൽ സംസാരിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവര് ഫുഡ് എടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോയപ്പോ അവരുടെ പിറകെ ഞാനും പോയി. ഞാൻ അവരോട് പറഞ്ഞു, അനറ്റ് എന്നാണ് അവരുടെ പേര്. അനറ്റ്, ദിസ് കിച്ചൺ ഈസ് വെരി ബിഗ് ബട്ട് മൈ കിച്ചൺ ഈസ് വെരി സ്മോൾ എന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവര് ഓടി ഹാളിലേക്ക് വന്നിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു, രാജ രാജ, ശോഭ സ്പീക്കിംഗ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു. ഞാനും പിറകെ വന്നപ്പോ എന്റെ പുറത്ത് തട്ടിയിട്ട് അവരെന്നോട് പറഞ്ഞു, ശോഭ യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു. ആ ഒരു എൻകറേജ്മെന്റ് ആണ് പിന്നീട് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടാക്കി തന്നത്. അതിനുശേഷം ഞാൻ എല്ലാവരുടെ അടുത്തും ഇംഗ്ലീഷ് സംസാരിക്കും. ഗ്രാമർ തെറ്റുന്നതോ വാക്കുകൾ തെറ്റുന്നതോ ഒന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. ധൈര്യപൂർവ്വം സംസാരിക്കുമായിരുന്നു. അങ്ങനെ 1 മാസം ഞങ്ങള് വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചു. 1 മാസത്തിന് ശേഷം ഹസ്ബൻഡിന് സാലറി കിട്ടിയപ്പോ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, എന്റെ സാലറി ഇതാണ്. ഈ സാലറി കൊണ്ട് നമ്മുടെ മക്കളെ ഇവിടെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ നമുക്കിവിടെ കുറെ കാലം ജീവിക്കാനോ അച്ഛനും അമ്മയ്ക്കും നാട്ടിലെ ചെലവിന് അയച്ചു കൊടുക്കാനോ ഒന്നും ഇത് തികയില്ല. അതുകൊണ്ട് കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് വന്ന എനിക്ക് അതൊരു ഷോക്കായിരുന്നു. പെട്ടെന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, പറ്റില്ല, ഞാൻ നമ്മുടെ മക്കളെ ബഹ്റൈൻ സ്കൂളിൽ പഠിപ്പിക്കുന്നത് സ്വപ്നം കണ്ടുകൊണ്ടാണ് വന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ ഇവിടുത്തെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, എങ്ങനെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ജോലി ചെയ്യും. ആഹ് ജോലി ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ജോലി ചെയ്യാൻ എന്ത് സർട്ടിഫിക്കറ്റ് ആണ് എന്റെ കയ്യിലുള്ളത്? ആകെ SSLC പാസ്ഡ് സർട്ടിഫിക്കറ്റ് മാത്രമുണ്ട്. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്റെ മനസ്സിലൊരു മോഹം ഉദിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ക്ലാസ് ടീച്ചറെ കണ്ട് മോഹിച്ചതാണ്. നല്ല ടീച്ചറായിരുന്നു. ടീച്ചർ കുട്ടികളെ സ്നേഹിക്കുന്നു, കുട്ടികൾ ടീച്ചറെ സ്നേഹിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ വലുതായിട്ട് ഒരു ടീച്ചറായി കഴിഞ്ഞാൽ എന്നെയും കുട്ടികളെ സ്നേഹിക്കും, എനിക്കും കുട്ടികളെ സ്നേഹിക്കാൻ കഴിയുമെന്ന് അന്ന് ഞാൻ സ്വപ്നം കണ്ടതായിരുന്നു. ആ ഒരു സ്വപ്നം മുട്ടിട്ട് പൂവിട്ട് പൂവിട്ട് വിടർന്നു നിൽക്കുന്ന ഒരു സമയമായിരുന്നു ഞാൻ ജോലിക്ക് വേണ്ടി ചിന്തിച്ച്
പഠിച്ചിരുന്ന ആ ഒരു സമയം. അങ്ങനെ ഞാൻ എൻ്റെ SSLC പാസ്ഡ് സർട്ടിഫിക്കറ്റും എടുത്ത് ബഹ്റൈനിലുള്ള പല നഴ്സറികളിലും സ്കൂളുകളിലും കയറി ഇറങ്ങി. എനിക്കൊരു ടീച്ചർ പോസ്റ്റ് കിട്ടുമോ എന്ന് നോക്കിയിട്ട് എല്ലായിടത്തുനിന്നും പ്രിൻസിപ്പൾ പറഞ്ഞു, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ടീച്ചർ പോസ്റ്റ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പ്രിൻസിപ്പളെ കണ്ടു. പ്രിൻസിപ്പളോട് ഞാൻ ചോദിച്ചു, ഡിഗ്രി പഠിക്കാൻ എന്താണ് സാറേ വേണ്ടതെന്ന്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, SSLC കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞാൽ +2 എൻട്രൻസ് എഴുതി ഡിഗ്രി പഠിക്കാനുള്ള അവസരമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിന് എത്ര ഫീസ് ആകുമെന്നൊക്കെ ചോദിച്ച് എഴുതി വാങ്ങിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ ഡേ കെയർ സ്റ്റാർട്ട് ചെയ്യുകയാണ്, എനിക്ക് പഠിക്കണം, എനിക്ക് ടീച്ചർ ആകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഫ്ലാറ്റിൽ തന്നെയുള്ള ഒരു കുട്ടിയെ ആദ്യമായി ഡേ കെയറിന് എടുത്തു. അവരുടെ കെയർ ഓഫിൽ പിന്നെ കുറെ കുട്ടികളെ എനിക്ക് കിട്ടി. അതേപോലെ ഞാൻ ട്യൂഷനും സ്റ്റാർട്ട് ചെയ്തു. ആദ്യമായി എനിക്ക് കിട്ടിയ ട്യൂഷന്റെ കുട്ടി ഒരു ഗോവൻ കുട്ടിയായിരുന്നു. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒന്നും അറിയില്ല, പക്ഷെ എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് സംസാരിക്കാൻ എനിക്ക് കഴിയുമെന്നുള്ള ഒരു ധൈര്യം. അങ്ങനെ ഞാൻ ആ ഗോവൻ കുട്ടിയോടും അവരുടെ പാരന്റ്സിനോടൊക്കെ സംസാരിച്ച് ഇംഗ്ലീഷ് സംസാരിക്കാൻ കുറച്ചൊക്കെ പഠിച്ചു. അങ്ങനെ ഞങ്ങളുടെ മോനെ സ്കൂളിൽ ചേർത്തു. അങ്ങനെ 1 വർഷത്തോളം ഞാൻ ഈ ഡേ കെയറും ട്യൂഷനും നടത്തി പൈസ കളക്ട് ചെയ്തു. കുറച്ച് പൈസ ഹസ്ബൻഡിനെ സഹായിക്കും, ബാക്കി ഞാൻ കളക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പ്രിൻസിപ്പളോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഡിഗ്രി പഠിക്കണം എന്ന്. അങ്ങനെ ഞാൻ എൻട്രൻസ് എഴുതി പാസ്സായി. ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്തു. BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് എടുത്തത്. അങ്ങനെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, സെക്കൻഡ് ഇയർ കഴിഞ്ഞു, തേർഡ് ഇയർ ആയപ്പോൾ ഞാനൊരു ടീച്ചറെ പരിചയപ്പെട്ടു. അപ്പൊ ഞാൻ ടീച്ചറോട് ചോദിച്ചു, ടീച്ചർ എങ്ങനെയാണ് ഇവിടുത്തെ സ്കൂളിലെ ജോലിക്ക് കയറിയത്, ഏത് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് എന്ന് ചോദിച്ചു. അപ്പം ടീച്ചർ പറഞ്ഞു, ഞാൻ ഒരു മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ശ്രീനിവാസ അക്കാദമിയുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിട്ട് ചെയ്തതാണ് എന്ന്. അപ്പൊ ഞാൻ ടീച്ചറോട് പറഞ്ഞു, എനിക്ക് ആ അഡ്രസ്സ് ഒന്ന് തരാമോ എന്ന് ചോദിച്ചു. ആ അഡ്രസ്സ് വാങ്ങി ഞാൻ അവിടത്തേക്ക് ഒരു ലെറ്റർ എഴുതി. അപ്പൊ അവരെനിക്ക് മെറ്റീരിയൽ ഒക്കെ പോസ്റ്റലായിട്ട് അയച്ചു തന്നു. അങ്ങനെ ഞാൻ തേർഡ് ഇയർ ഡിഗ്രിയോടൊപ്പം തന്നെ ഈ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും പഠിച്ചു. അങ്ങനെ 2 സർട്ടിഫിക്കറ്റും ഒരുമിച്ച് കിട്ടിയപ്പോൾ മക്കളുടെ സ്കൂളിൽ അപ്ലിക്കേഷൻ കൊടുത്തു. അവിടെ അപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു, അടുത്ത ആഴ്ച ഞങ്ങൾ ഒരു ബ്രിട്ടീഷ് കരിക്കുളം നഴ്സറി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അവിടത്തേക്ക് അപ്പോയിന്റ്മെന്റ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ എനിക്ക് ഇന്റർവ്യൂവിനുള്ള അപ്പോയിന്റ്മെന്റ് കിട്ടി. ഇന്റർവ്യൂവിൽ ഞാൻ പാസ്സായി, സെലക്ഷനായി. അങ്ങനെ ഞാനവിടെ ടീച്ചറായിട്ട് ജോലി ചെയ്തു. 3 വർഷത്തോളം ഞാനവിടെ വർക്ക് ചെയ്തു. ഈ 3 വർഷം കൊണ്ട് ഞാൻ പഠിച്ചെടുക്കുകയായിരുന്നു എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടിംഗ് നഴ്സറി തുടങ്ങേണ്ടത്, എന്തൊക്കെയാണ് അതിൽ അറിയേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ഒക്കെ ഞാൻ 3 വർഷം കൊണ്ട് പഠിച്ചെടുത്തു. അങ്ങനെ ഞാൻ 3 വർഷത്തിന് ശേഷം അവിടെ റിസൈൻ ചെയ്ത് സ്വന്തമായി ഒരു നഴ്സറി സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഡേ കെയറും ട്യൂഷനും ഞാൻ സ്റ്റോപ്പ് ചെയ്തിരുന്നില്ല. ഞാൻ കോളേജിൽ പോകുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴൊക്കെ എൻ്റെ ഫ്രണ്ട്സിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകാറ്. തിരിച്ചു വരുമ്പോൾ ഞാൻ തന്നെ നോക്കും. അങ്ങനെ ഞാൻ എക്സ്ട്രാ ആയിട്ട് ഒരു നഴ്സറിയും കൂടെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ 15 വർഷത്തോളം ആ നഴ്സറി ഞാൻ നടത്തിയിരുന്നു. 22 വർഷത്തോളം ഡേ കെയറും ട്യൂഷനും നടത്തിയിരുന്നു. 22 വർഷത്തിനിടയ്ക്ക് 100 കണക്കിന് മക്കളെ എനിക്ക് പഠിപ്പിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. പല ഭാഷകളിലുള്ള മക്കളെ എനിക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞു. നേപ്പാളി, ഫിലിപ്പീനി, പാകിസ്ഥാനി, ബംഗ്ലാദേശ്, ശ്രീലങ്ക, സൗദി, ബഹ്റൈനി, ഇങ്ങനെയുള്ള പല പല രാജ്യത്തുള്ള മക്കളെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. മക്കളെ പഠിപ്പിക്കുന്നത് മാത്രമല്ല, അവരുടെ പാരന്റ്സുമായി സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. കേരളത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ ഏകദേശം ഡിസ്ട്രിക്റ്റിലുള്ള കുട്ടികളെയും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഡിസ്ട്രിക്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു 5 കുട്ടികളെയെങ്കിലും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇത്രയും ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഞാൻ 2ാം ക്ലാസ്സിൽ നിന്ന് കണ്ട ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുകയായിരുന്നു. ഒരുപാട് മക്കളെ എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞു. ഒരുപാട് മക്കൾക്ക് എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞു. അത് ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും എന്നെ പരിചയമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും ഞാൻ എത്രത്തോളം കെയർ ചെയ്തിട്ടാണ് എൻ്റെ മക്കളെ നോക്കിയതെന്ന്. എനിക്ക് 2 മക്കളാണെങ്കിലും ഒരുപാട് മക്കളെ എനിക്ക് വളർത്താനും പഠിപ്പിക്കാനും കെയർ കൊടുക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്.
ഏറ്റവും വലിയൊരു ഭാഗ്യം. ഇവിടെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, സ്വപ്നം കാണുക, അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അതുപോലെ ചെയ്യുക. നമ്മൾ അതിന് പ്രയത്നിക്കാൻ തയ്യാറായാൽ മാത്രം മതി, അതിന്റെ വഴി പ്രപഞ്ചം നമുക്ക് ഒരുക്കി തരുമെന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ആരും ജോലി ചെയ്യാതെ വെറുതെ ഇരിക്കരുത്. വെറുതെ ഇരിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഈ ഭൂമിയിൽ ജന്മമെടുത്തിരിക്കുന്നത്. ജീവിതം ആസ്വദിച്ച് ജീവിക്കാനും അതേപോലെ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. ആ കാര്യം ആരും മറക്കരുത്. എല്ലാവരും ജോലി ചെയ്യണം. ഒരുപാട് ലേഡീസ് ജോലി ചെയ്യാതെ വെറുതെ ഇരിക്കുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ജോലികൾ ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ഏൺ ചെയ്യണം. സ്വന്തം അച്ഛനും അമ്മയ്ക്കും ചെലവിന് അയച്ചു കൊടുക്കാനെങ്കിലും നിങ്ങൾ ഏൺ ചെയ്ത് ഉണ്ടാക്കണം. കാരണം നിങ്ങൾ അധ്വാനിക്കുന്ന ഒരു പൈസ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം എത്രത്തോളമാണെന്ന് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എന്റെ അടുത്ത് കുട്ടികളെ കൊണ്ടാക്കുന്ന അമ്മമാരുടെ അടുത്ത് ഞാൻ ചോദിക്കും, എന്താണ് ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ലെന്ന് പറയുമ്പോൾ ഞാൻ ഡേ കെയർ നടത്താനുള്ള ഒരു പ്രോത്സാഹനം ഞാൻ കൊടുക്കാറുണ്ട്. പലർക്കും പല സ്ഥലങ്ങളിലും ജോലി ശരിയാക്കി കൊടുക്കാൻ ഞാൻ മുൻകൈ എടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കാൻ അവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നെ കൊണ്ടാവുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു. ഞാൻ എന്റെ സ്റ്റോറി 10 മിനിറ്റിനുള്ളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓരോ ദിവസവും എന്റെ കഷ്ടപ്പാട് എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? ഡേ കെയറിന്റെ കുട്ടികളെ നോക്കണം, ട്യൂഷന്റെ കുട്ടികളെ നോക്കണം, അതേപോലെ സ്വന്തം മക്കളെ നോക്കണം. കുഞ്ഞു മക്കളാണ് എന്റേത്. ഭർത്താവിന്റെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം. എല്ലാം കഴിഞ്ഞ് 10 മണിക്ക് മക്കളെ ഉറക്കി കിടത്തിയതിന് ശേഷമാണ് എന്റെ ഡിഗ്രിയുടെ കാര്യങ്ങൾ ഞാൻ പഠിക്കുക, എസ് എ എഴുതുക. 1 മണി വരെയൊക്കെ എസ് എ എഴുതാറുണ്ട്. 4 മണിക്ക് എഴുന്നേക്കണം. 6:30 മണിക്ക് മക്കളുടെ ബസ് വരും. അപ്പോഴത്തേക്കും മക്കളെ റെഡിയാക്കണമെങ്കിൽ അത്രയും നേരത്തെ എഴുന്നേക്കണം. ഇങ്ങനെ ഉറക്കും ഊണുമില്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നേടിയെടുത്തത്. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു സന്തോഷവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഈ ഒരു കഷ്ടപ്പാട് കൊണ്ട് എനിക്ക് കിട്ടിയ നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എന്റെ ഭർത്താവിനെ നന്നായിട്ട് സഹായിക്കാൻ കഴിഞ്ഞു. വീടെടുക്കുന്ന കാര്യത്തിലായാലും, മക്കളുടെ പഠിപ്പിന്റെ കാര്യത്തിലായാലും, കാർ എടുക്കുന്ന കാര്യത്തിലായാലും, എന്ത് കാര്യത്തിലായാലും എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ അച്ഛനെയും അമ്മയെയും പൊന്നു പോലെ നോക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അവരെന്ത് കാര്യം പറഞ്ഞാലും ഓൺ ദ സ്പോട്ടിൽ അത് ചെയ്തു കൊടുക്കാനും, അവർക്ക് ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് അവരെ കാണണമെന്ന് തോന്നുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വരാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. പിന്നെ മക്കളെ അവിടെ തന്നെ പഠിപ്പിക്കാൻ കഴിഞ്ഞു. +2 വരെ മോനെ ബഹ്റൈനിൽ തന്നെ പഠിപ്പിച്ചിട്ട് എഞ്ചിനീയറിംഗിന് കോയമ്പത്തൂരിൽ ചേർത്തു. മോളെ +2 കഴിഞ്ഞതിന് ശേഷം ഞാൻ പഠിച്ച കോളേജിൽ തന്നെ ഡിഗ്രിക്ക് ചേർത്തു. രണ്ടുപേരുടെ പഠിപ്പ് കഴിഞ്ഞതിന് ശേഷം രണ്ടുപേർക്കും ബഹ്റൈനിൽ തന്നെ ജോലി കിട്ടി. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കുകയായിരുന്നു. അതിനുശേഷം കൊറോണ സമയത്താണ് മക്കളുടെ കല്യാണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ നാട്ടിൽ വന്നത്. നാട്ടിൽ വന്നപ്പോ കൊറോണ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രതിസന്ധികൾ ഉണ്ടായ ഒരു കാലഘട്ടമായിരുന്നു അത്, അല്ലെ? അങ്ങനെ നാട്ടില് സെറ്റിൽഡ് ആവുകയായിരുന്നു. ഇപ്പൊ ഞാൻ നാട്ടിലാണുള്ളത്. ഞാൻ നഴ്സറി നടത്തുന്ന സമയത്ത് എനിക്ക് 5 കുട്ടികൾ, ഓട്ടിസം ബാധിച്ച കുട്ടികൾ ഉണ്ടായിരുന്നു. ആ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, എന്താണ് ഈ കുട്ടികളുടെ മനസ്സിന് പറ്റിയത്? എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് സംസാരിക്കാൻ കഴിയാത്തത്? എന്താണ് അവരുടെ പ്രോബ്ലം? എങ്ങനെയാണ് അതിനൊരു സൊല്യൂഷൻ കൊടുക്കുക എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു. എനിക്ക് മനസ്സിനെ കുറിച്ച് പഠിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് ഇപ്പോഴാണ് എനിക്ക് സാധിച്ചത്. ഇപ്പോൾ ഞാൻ സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ 22 വർഷത്തെ പ്രവാസ ജീവിതത്തിനിടയിൽ ഞാൻ ഒരുപാട് ആളുകളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തത് കൊണ്ട് ജോലിക്ക് അപേക്ഷിക്കാത്ത, വെറുതെ റൂമുകളിൽ ഇരിക്കുന്ന, ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതിരിക്കുന്നവരെയൊക്കെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ എനിക്കൊന്ന് സഹായിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്റെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള പേടി എങ്ങനെയാണോ മാറിയത്, അതുപോലെ നിങ്ങളുടെ പേടിയും എനിക്ക് മാറ്റി തരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ കുറെ ദിവസങ്ങളും മാസങ്ങളും ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു, എങ്ങനെയാണ് ആ ഒരു പേടി മാറ്റിക്കൊടുക്കുക എന്ന്. അങ്ങനെ NLP ടെക്നിക്കിലൂടെ ഒരു മെഡിറ്റേഷനും അഫർമേഷനും സെൽഫ് ഇൻട്രൊഡക്ഷനും പഠിപ്പിച്ചുകൊണ്ട് അത് മാറ്റാമെന്ന് ഞാൻ കണ്ടെത്തി. അങ്ങനെ നാട്ടിലെ എന്റെ കുറച്ച് സ്റ്റുഡൻസിന് ഞാനത് പരീക്ഷിച്ചു. അവർക്ക് നല്ല റിസൾട്ട് കിട്ടി. അവര് ഒരു പേടിയുമില്ലാതെ ഇപ്പോൾ ഇംഗ്ലീഷ് കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഫേസ്ബുക്ക് ആഡൊക്കെ ഇട്ട് പ്രവാസികളെ ഫോക്കസ് ചെയ്യുകയാണ്. കുറച്ച് പ്രവാസികൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഞാൻ പഠിപ്പിക്കുന്നത് 10 ദിവസത്തെ ലൈവ് ക്ലാസ്, 1 മണിക്കൂർ ലൈവ് ക്ലാസ് എടുത്തിട്ട് നിങ്ങളുടെ പേടി മാറ്റി തരികയാണ് ചെയ്യുന്നത്.
ഇതിന് കൂടെ ഞാൻ എൻ്റെ ഒരു സ്റ്റുഡന്റിന്റെ ടെസ്റ്റിമോണിയൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ശോഭ മാമിൻ്റെ ക്ലാസ്സിൽ കയറിയതോടെ എനിക്ക് നല്ലൊരു കോൺഫിഡൻറ്റ് ഉണ്ടായി. നമുക്ക് എല്ലാവർക്കും ക്ലാസ്സിൽ കയറുമ്പോൾ ഒരു സംശയം ഉണ്ടാകും, 10 ദിവസത്തെ ക്ലാസ്സിലൂടെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചെടുക്കാമെന്ന്. പക്ഷെ നമുക്ക് മാം 10 ദിവസത്തെ ക്ലാസ്സിലൂടെ നമ്മുടെ ഉള്ളിലെ ഭയത്തെ ആദ്യം പുറത്തെടുക്കുക. ഒരു മെഡിക്കേഷനിലൂടെ നമ്മുടെ ഉള്ളിലെ ഭയത്തെ ആദ്യം പുറത്തെടുക്കും. എന്നിട്ട് നമുക്ക് ഒരു അഫർമേഷനിലൂടെ നമ്മുടെ ഉള്ളിലെ ഇംഗ്ലീഷിൻ്റെ ഭയം മാറ്റിയെടുത്ത് നമുക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടാക്കി തരും. എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. നമ്മൾ 10 ദിവസം കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെന്ന് ശോഭ മാമിൻ്റെ ക്ലാസ്സിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും.